ജയ് ഗുരുദേവ്. കേരളത്തിൽ മർമ്മ പ്രാക്ടീഷണേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം വയ്ക്കുകയാണ്. മർമ്മ ചികിത്സ ആക്ച്വലി കേരളത്തിൻ്റെ ഒരു സംഭാവനയാണ്. കേരളത്തിൽ ഒരുപാട് പ്രചാരത്തിലിരുന്നതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് മർമ്മ ചികിത്സ. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ മാനിപ്പുലേഷൻസ് ഉണ്ട് മർമ്മയിൽ. ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ മർമ്മ ചികിത്സ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് മർമ്മയുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രീതിയാണ്, എനർജി കൂട്ടാനുള്ള രീതിയാണ് ഈ മർമ്മ ചികിത്സയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മർമ്മങ്ങളെന്ന് പറയുന്നത് ശരീരത്തിനുടനീളം ഉള്ള 108 മർമ്മ പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട മർമ്മ പോയിൻറ്റ്സ് 108ആണ്. ഈ ഓരോ മർമ്മ പോയിൻറ്റ്സും ശരീരത്തിലെ ഓരോ ധാതുക്കളിലും ഓർഗൻസ് ആൻഡ് ടിഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ ഓർഗൻ്റെ ഫങ്ഷനിങ്ങിനും ഓരോ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മർമ്മ ആണ് ശരിയായി ആ ഫങ്ഷൻസ് നടക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ മർമ്മങ്ങൾ പല കാര്യം കൊണ്ടും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും, നമ്മുടെ ജീവിത രീതി കൊണ്ടും, മാനസികാവസ്ഥ കൊണ്ടും, സ്ട്രെസ്സ് കൊണ്ടൊക്കെ മർമ്മങ്ങൾ അഫക്റ്റഡ് ആയിട്ട് മർമ്മങ്ങൾ മന്ദമാവും, ഡള്ളാവും. അപ്പോൾ ആ ഡള്ളായിരിക്കുമ്പോൾ ആ ഏരിയയിലുള്ള ഫങ്ഷൻസ് അഫക്റ്റഡ് ആവും. അതിനെയാണ് നമ്മൾ അസുഖകരമായ അവസ്ഥ അല്ലെങ്കിൽ ഇംബാലൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മർമ്മ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് ആ ഏരിയയിലേക്കുള്ള ഊർജ്ജപ്രവാഹം കൂടുകയും ഈ ഇംബാലൻസ് കറക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ മർമ്മ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മർമ്മ ഒരു പ്രോട്ടോക്കോളാണ്. അത് വളരെ വിദഗ്ധമായ രീതിയിൽ ശരീരം മുഴുവനുള്ള ഊർജ്ജപ്രവാഹം ശരിയാക്കിയെടുക്കാനും പ്രത്യേക ഓരോ ഓർഗൻസിലേക്കുമുള്ള ഊർജ്ജപ്രവാഹം ശരിയാക്കിയെടുക്കാനുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്. നമ്മൾ എനർജൈസ്ഡ് ആവും, ഡീറ്റോക്സ് നടക്കും, ഓരോ ഓർഗൻസിലുള്ള ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റഡ് ആവും, ഉറക്കം ശരിയാകും, മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് ഉള്ള പരിഹാരമാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പ്രോട്ടോക്കോൾ പഠിക്കുന്നു, അതിൽ മിടുക്കരാകുന്നു, അത് പിന്നെ എല്ലാവരിലേക്കും ഈ മർമ്മ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗുരുജിയുടെ ഒരു വലിയ യജ്ഞമാണ് ഹെൽത്ത് ഫീൽഡിൽ എന്തൊക്കെ സംഭാവന നൽകാമോ അതെല്ലാം നൽകുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കും മർമ്മ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ചേരാം. അപ്പോൾ അടുത്ത ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അവിടെ കാണാം. ജയ് ഗുരുദേവ്. ഞാനിവിടെ മർമ്മ ലെവൽ 2 ട്രെയിനിങ്ങിന് വന്നിരിക്കുകയാണ്. സോ മൈ ഫസ്റ്റ് ലെവൽ വാസ് വെരി ഗുഡ്. ഇനീഷ്യലി മൈ ഓൺ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഐ ഹാഡ് എ ക്രോണിക് ബാക്ക് ഇഷ്യൂ. So after my treatment in Ayurveda also I was finding something difficulty in getting my blocks gone. Blocks ഒന്നും പോവാത്ത ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ മർമ്മയെക്കുറിച്ച് അറിഞ്ഞത്. And I had a first session and I had amazing experience. നമസ്കാരം, എൻ്റെ പേര് ഗിരിജ. ഞാൻ മുംബൈയിലാണ് താമസം. ഞാൻ ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറാണ്. കോളേജിൽ ഞാൻ കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം ഞാനിവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ 2018 മർമ്മ ചികിത്സ പഠിച്ചു. അന്നേ മുതൽക്ക് ഞാൻ പലർക്കും മർമ്മ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിലുള്ള ക്ഷീണങ്ങളും എൻ്റെ ശരീരത്തിലുള്ള പല തരത്തിലുള്ള വേദനയും ഇതിന്നൊക്കെ എനിക്ക് മോചനം കിട്ടി. അതുകൂടാണ്ട് ഇത് എൻ്റെ അടുത്തുനിന്ന് ചികിത്സ സ്വീകരിക്കുന്ന ആൾക്കും പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. അവർക്ക് ഡോക്ടർ കീമോതെറാപ്പി, റേഡിയേഷൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ മർമ്മ ചികിത്സയും കൂടെയും ചെയ്യാനായിട്ട് വന്നു. അവർ മർമ്മ ചികിത്സ ചെയ്തിട്ട് അവർ ഈ കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ എടുത്താൽ അതിൻ്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാണ്ട് അവർക്ക് റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ എന്നോട് വന്നിട്ട് അവരുടെ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളും പലർക്കും വേദനയിൽ നിന്ന് മുക്തി. പിന്നെ പലരും ഇത് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖത്തിനായിട്ടല്ല, പലരും വരുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിലാക്സ് ഫീൽ ആവണു, നല്ല കാം ഫീലിംഗ് ആണ്, ഒരു സൈലൻസ് പ്രോഗ്രാം ചെയ്ത പോലൊരു ഫീലിംഗ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് അസുഖങ്ങളില്ലാത്തവരും ഇത് മർമ്മ ചികിത്സ സ്വീകരിക്കുന്നുണ്ട്.